ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വെറൈറ്റി, ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു കണ്ടൻ്റാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ 50 days ആയിട്ട് മോസ്റ്റ്ലി എത്ര പേര് ഈ ഒരു റിയാലിറ്റി ഷോ കാണുന്നുണ്ടെന്ന് അറിയില്ല. ബിഗ് ബോസ് എന്ന ആ ഒരു റിയാലിറ്റി ഷോൻ്റെ റിവ്യൂ, 50 daysൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ആക്ച്വലി അതിൽ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട് ആ ഒരു റിയാലിറ്റി ഷോന്. അപ്പം അതൊക്കെ ചേർന്നിട്ടുള്ള ഒരു റിവ്യൂ നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഓക്കെ, ഞാൻ ആക്ച്വലി ഒറ്റയ്ക്കല്ല റിവ്യൂ പറയുന്നത്. യുക്കിയുണ്ട്, ഞാനും യുക്കിയും ഒന്നിച്ചിരുന്നിട്ടാണ് ഈ ഒരു ഷോ കാണാറ്. മൊബൈൽ ഹോട്ട്സ്റ്റാറിലാണ് നമ്മൾ മെയിനായിട്ട് കാണാറ്, ടെലിവിഷനിലെ കാണും. ഓക്കെ, അപ്പം നമ്മൾ ഇത്ര നാളും കണ്ട് വെച്ചതിൽ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീസൺ തന്നെ പറയാം, സീസൺ 6 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതെ, കാരണം നമ്മൾ കഴിഞ്ഞ 6 സീസണോട് കൂടിയിട്ട് കാണുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ 6 സീസണോട് കൂടിയിട്ട് കണ്ടിന്യൂസ്ലി കണ്ടുകൊണ്ട് വരുന്ന ആൾക്കാരാണ്. പലരും കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഞാനും കാണാറുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇപ്പോൾ സീസൺ 1 മുതൽ സീസൺ 1 സാബു, പിന്നെ 2 അങ്ങ് പോയി 3rd മണിക്കൂട്ടൻ, 4th നമ്മുടെ ദിൽഷ, 5th അഖിൽ മാരാർ. അപ്പോൾ ഇത് ഓരോന്ന് വരുമ്പോഴും നമുക്ക് തോന്നിയത് ഫസ്റ്റ് സീസണിന്റെ അത്ര ഇതുവരെയായിട്ടും ഒരു ബിഗ് ബോസ് ഇതുവരെയായിട്ടും തോന്നിയിട്ടില്ല. ആക്ച്വലി ഈ ഒരു സീസൺ ചേഞ്ച് ആവും തോറും കുറെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതായത് സീസൺ ചേഞ്ച് ആവും തോറും എപ്പോഴും ഒരു സ്റ്റെപ്പ് മുന്നോട്ടേക്ക് വെക്കേണ്ടത് ഓരോ സ്റ്റെപ്പ് ബാക്കോട്ട് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഫസ്റ്റിൽ ഉണ്ടാക്കിയ അത്ര ഓളം ലാസ്റ്റ് ഉണ്ടാക്കിയത് 5th മാത്രമാണ്. അതും 5th ഒരു കണ്ടസ്റ്റന്റ് മാത്രമാണ് അത് വിന്നർ ആവുകയും ചെയ്യും. പക്ഷെ അതിന്റെ ഇടയിൽ ഉണ്ടായതൊക്കെ കുറച്ച് കോമഡി പരമായിട്ടുണ്ടായത് മൊത്തം 3rd. 4th പിന്നെ വെറും വളവളയായിരുന്നു. അതിനെക്കാട്ടി വളവളയാണ് ഇപ്പോൾ 6th. ആക്ച്വലി കമ്പാരിറ്റീവ്ലി ഈ ഒരു 6 സീസൺ കമ്പയർ ചെയ്യുമ്പോൾ സീസൺ 6 ആണ് എനിക്ക് കൂടുതലായിട്ട് വേസ്റ്റ് ആയി തോന്നിയത്. എന്തിനോ വേണ്ടി ഇറക്കിയ ഷോ, റിയാലിറ്റി ഷോ പോലെയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതില് മെയിൻ ആയിട്ട് പറയാൻ കാരണം ഇപ്പോൾ റീസെന്റ് ആയിട്ട് തന്നെ ഈ 50th ഷോ കഴിഞ്ഞതിന് ശേഷം, 50th എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം സീസൺ 5 വിന്നറായ അഖിൽ മാരാറിനെ ഓപ്പൺ അപ്പ് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിനെ കുറിച്ചിട്ടുള്ള ശരിക്കുള്ള സംഭവം എന്താണ്, അതിൽ നടക്കുന്നത് എന്താണ് എന്നൊക്കെ. കാരണം ഇവർ പ്രേക്ഷകരുടെ വോട്ട്, പ്രേക്ഷകർ തീരുമാനം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്ന പോലെയാണെന്നാണ് ഇപ്പൊ അഖിൽ മാരാറിന്റെ ആ ഒരു സംസാരത്തിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ അഖിൽ മാരാർ മാത്രമല്ല പറഞ്ഞത്, സാബുവും പറഞ്ഞിട്ടുണ്ട്. 2 സീസൺ മുന്നേ സീസൺ 4 സാബു അടക്കം ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നേരം ആരും ഇത് വലിയ മൈൻഡ് ആക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല. റോബിൻ കഴിഞ്ഞ സീസണിൽ പറഞ്ഞു. അത് ആക്ച്വലി പുറത്താക്കിയ ദേഷ്യത്തിൽ ആള് പറഞ്ഞതുകൊണ്ട് ആരും മൈൻഡ് ആക്കിയില്ല. അത് ഇതിപ്പോ അഖിൽ മാരാറും കൂടി വന്ന് പറഞ്ഞപ്പോ ഇത് കംപ്ലീറ്റ്ലി മനസ്സിലായി, നമ്മൾ ഈ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ ശരിക്കും പൊട്ടന്മാരാണ്, നമ്മൾ വോട്ട് ചെയ്യുന്ന ആൾക്കാർ പൊട്ടന്മാരാണ്. ആക്ച്വലി ഇവര് അഖിൽ മാരാർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ആക്ച്വലി അവര് ഫേവറിസം കാണിച്ച് അവർക്ക് വേണ്ടുന്ന ആളെ അവര് മുന്നോട്ട് കൊണ്ടുപോകുന്നാണ് ആള് പറഞ്ഞിട്ടുള്ളത്. ആളെ പുറത്താക്കാനും സാബുവിനെ പുറത്താക്കാനും റോബിനെ പുറത്താക്കാനും ഒക്കെ അവർ കുറേ കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ അവർക്ക് വേണ്ടുന്ന ആൾക്കാരെ മാത്രമേ അവർ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പുറത്താക്കാണ്ട് പോകും. അതിന്റെ മെയിൻ റീസൺ, അല്ലെങ്കിൽ ആ മെയിൻ റീസൺ മാത്രമല്ല, ഇപ്പൊ ഏഷ്യാനെറ്റില് സ്ഥിരം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ഡയലോഗാണ്, 3 കോടി ജനങ്ങൾ കണ്ടുകൊണ്ട് വരുന്ന ഒരു റിയാലിറ്റി ഷോ ആണ്. അപ്പോൾ ഈ 3 കോടി ജനങ്ങളിൽ നമ്മൾ പെടുന്നുണ്ട്, നമ്മൾ 2 അതിൽ പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പലരും പെട്ടിട്ടുണ്ട്, പലരും കാണാത്തവര് രക്ഷപ്പെട്ടു. ഞാൻ ഈ ഒരു വ്ളോഗ് എടുക്കുമ്പോ എന്റെ വീഡിയോ കാണുന്ന എത്ര പേര് ബിഗ് ബോസ് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ നമ്മൾ ഇത് പറയുന്ന സമയത്ത് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവും നമ്മൾ ഈ റിവ്യൂവിന് നമുക്ക് അറിയില്ല. കാരണം കൂടുതലായിട്ടും ഈ ഒരു ഷോ കാണുന്നവർക്കായിരിക്കും നമ്മൾ ഈ റിവ്യൂ കൂടുതലായിട്ട് ക്ലാരിറ്റി ഉണ്ടാകും. കാരണം നമുക്ക് എല്ലാ എപ്പിസോഡും ഇപ്പൊ എടുത്തിട്ട് റിവ്യൂ ചെയ്യാനൊന്നും പറ്റില്ല. ഞങ്ങളിപ്പോ ചെയ്യാൻ ഉദ്ദേശിച്ചത്
50 ദിവസം കഴിഞ്ഞിട്ടും അവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും അതിലുണ്ടായ മാറ്റങ്ങൾ അത് പറയാന്ന് വെച്ച് നിന്നെടുത്തുനിന്നാണ് അഖിൽ മാരാർ വന്നിട്ട് ഇങ്ങനെ ഒരു പ്രസ്താവന അടിച്ചടക്കുന്നത്. ആക്ച്വലി അത് പറയാൻ കാരണം ഈ ഒരു സീസണിൽ ഇങ്ങനെ ഒരു ബോറടിച്ചു പോയ സമയത്ത് ഓക്കെ വെറും പ്രശ്നങ്ങൾ, വീട്ടിൽ വിളിക്കുക, വീട്ടുകാരെ ചീത്ത പറയാ, ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന ഒരു എപ്പിസോഡായിരുന്നു. പിന്നെ ഫുൾ അടി തുടങ്ങിയ സീസൺ 6 തുടങ്ങിയത് മുതൽ ഫസ്റ്റ് ഡേ മുതൽ അവിടെ അടിയാണ് അല്ലേ, ഫുൾ അടിയാണ്. അങ്ങനെ അടി നടക്കുന്നതിന്റെ ഇടയിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നൊരു ആളായിരുന്നു സിബിൻ എന്ന് പറയുന്നത്. ആ സീസണിൽ ഏറ്റവും കൂടുതൽ എന്റർടൈൻ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് സിബിൻ. നമുക്കൊക്കെ ഭയങ്കര എന്റർടൈൻ. അയാൾ വന്നതിന് ശേഷം ബിഗ് ബോസ് ഒന്നും കൂടി ആക്റ്റീവായി, എല്ലാരും ചിരിക്കാനുള്ള ഒരു ചിരിക്കാൻ തോന്നി. കാരണം ഞങ്ങളൊക്കെ ശരിക്കും ഈ ഒരു പ്രോഗ്രാം കാണുന്നത് വെച്ചാൽ കോമഡി ഉണ്ടാവും എന്നുള്ളതൊക്കെ കണ്ടിട്ടാണ്. ഇതിന്റെ ഉള്ളിലുള്ള ആൾക്കാർ അടിയാക്കിയിട്ടാണ് ജയിക്കാന്നുള്ള ഒരു മൈൻഡ് സെറ്റ് എന്താന്നറിയില്ല. അപ്പൊ ആള് സിബിന് വന്നതിന് ശേഷം മൊത്തം ബിഗ് ബോസേ മാറി, ചിരിച്ചിട്ട് നമുക്കൊക്കെ ഭയങ്കര എന്റർടൈൻ ആയിട്ട് തോന്നിയ ഒരു സീസൺ ആയി മാറിക്കൊണ്ടിരുന്ന സമയത്താണ് ഒരു മിസ്റ്റേക്ക് ചെയ്തപ്പം പവർ റൂമിൽ നിന്ന് ഇറക്കാം, ഡയറക്ട് നോമിനേഷനിൽ ഇടാം, പ്രേക്ഷകർ വിധിപ്രകാരം പുറത്താക്കുന്നെന്ന് പറയാം. കാരണം ഇതിനെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ല, പ്രേക്ഷകർ വിധി അതല്ലേ, അത് ആക്ച്വലി അവന് മെഡിക്കൽ എന്തോ പ്രശ്നം ഉണ്ടായിന്ന് പറഞ്ഞിട്ടല്ല അവനെ പുറത്താക്കിയത്. ഇത്രയും ഫേവറിസം കാണിക്കുന്നുണ്ട് എന്ന് പറയാനുള്ള കാരണം ആള് എന്നെ ഒന്ന് പറയാൻ വിടുവോ? അതായത് ഫേവറിസം കാണിക്കുന്നുണ്ടെന്ന് പറയാനുള്ള മെയിൻ കാരണം മറ്റുള്ള ആൾക്കാർ ഇതേപോലത്തെ ഉള്ള ചേഷ്ടകൾ കാണിക്കുകയും അതുപോലെ ചീത്ത പറയുകയും വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ടും അവരെ ആ ഒരു സംഭവം ഞാൻ പറയുമ്പോൾ ജാൻമണി ഉള്ള സമയത്ത് ആൾ ഉപയോഗിച്ച പല വാക്കുകളുണ്ട്. ആളെ തിരിച്ചെടുത്തിട്ടുണ്ട്, ബിഗ് ബോസ് പുറത്താക്കിയില്ല. പക്ഷെ അത്ര ചീറ്റൊന്നും സിബിന് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സിബിനും അതായത് സിബിനെ പുറത്താക്കണം. കാരണം സിബിൻ നിന്നിട്ടുണ്ടെങ്കിൽ സിബിൻ കപ്പടിക്കുമെന്ന് ബിഗ് ബോസിനറിയാം. ഓൾറെഡി ബിഗ് ബോസ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും നമ്മളടക്കം സപ്പോർട്ട് ചെയ്ത ഒരാളായിരുന്നു സിബിൻ, അത്രയും എന്റർടൈനർ ആയിരുന്നു. പക്ഷെ ആൾ എന്തുകൊണ്ട് പുറത്താക്കി? ആള് പുറത്ത് വന്നതിന് ശേഷം ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, എന്റെ ഇഷ്ടപ്രകാരം അല്ല ഞാൻ ഇറങ്ങി വന്നത് എന്ന് ആള് പറയുന്നുണ്ട് വ്യക്തമായിട്ടല്ലേ, പറയുന്നില്ലേ? ഇതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത് നീ ഒറ്റക്ക് പറഞ്ഞു. അപ്പോ ഈ സിബിന്റെ കാര്യത്തിൽ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ സിബിനെ മാനസികമായി താഴ്ത്തുകയും, അതായത് ഒരു ഷോയിൽ ചെയ്യാൻ പാടില്ലാത്ത പലതും അവർ ഷോയിൽ ചെയ്തു വെക്കുകയും അതിനുശേഷം അവനെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കണം എന്നുള്ള രീതിയിൽ പുറത്താക്കുകയും ചെയ്തു. കാരണം സിബിൻ കുറച്ചു കാലം കൂടി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കപ്പ് സിബിനാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഇവർ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട് ആർക്ക് കപ്പ് പോകും, ആര് ഫൈനൽ 5-ലെത്തും, എങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ ഈ അഖിൽ മാരാർ തുറന്നടിച്ച് പറയുന്നുണ്ട്. അതിൽ നിന്നും നമുക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എല്ലാം സ്ക്രിപ്റ്റഡ് ആണ്. ഇവരെ ഓൾറെഡി ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ആ രീതിയിലെ കളി അങ്ങോട്ടും മുന്നോട്ടേക്ക് പോവുള്ളൂ. അതിൽ ആരൊക്കെ എത്തണം, ആരൊക്കെ ടോപ്പ് 5-ലെത്തണം എന്നുള്ളത് അവർ തീരുമാനിച്ചു വെച്ചതാണ്. സോ നമ്മളിനി എത്ര വോട്ട് ചെയ്തിട്ടും കാര്യങ്ങൾ ചെയ്തിട്ടും ഒരു കാര്യം വരാൻ പോകുന്നില്ല. പിന്നെ ഇനി ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ നമുക്ക് കണ്ടു നോക്കാം. അല്ലാതെ ഇനി വോട്ട് ചെയ്യാനോ കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങൾ നിൽക്കുന്നത് തന്നെ ശരിക്കും ഒരു അബദ്ധമാണ്. അത് നിൽക്കാത്തതാണ് ഏറ്റവും നല്ലത്. അവർക്ക് ആരാണോ കപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് ആ കപ്പ് കൊടുത്തോളാം. അത് ക്ലിയർ ആയിട്ട് അഖിൽ മാരാർ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ക്ലിപ്പ് വേണമെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ഓൺ ചെയ്യാം. എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾ ജയിച്ചു വരണം. ആ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി അവിടെ പോയി നിന്നുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഈ നാരത്തരങ്ങൾ ആരെങ്കിലുമൊക്കെ വിളിച്ച് പറയണ്ടേ? അത് അറ്റവും മൂലം തൊടാതെ അങ്ങും ഇങ്ങും തൊടാതെ വായിത്തോന്ന വിവരക്കേടുകൾ വിളിച്ചു പറയുന്ന രീതിയല്ല. റോബിന് പറ്റിയ മിസ്റ്റേക്ക്, റോബിനോടുള്ള വ്യക്തിവിരോധം കൊണ്ട് റോബിൻ എന്തൊക്കെ വായിത്തോന്ന വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് സമൂഹം റോബിനെ പുച്ഛൻ ദേഷ്യമുള്ളത് ഒരു ചെറുപ്പക്കാരനാ മത്സരാർത്ഥി അവൻ പുറത്ത് സപ്പോർട്ട് കിട്ടുന്നുവെന്ന് കണ്ട നിമിഷം അവനെ ഈ ഷോയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമാണ്. അപ്പം പറയുന്നുണ്ട് എന്നെ പുറത്താക്കാൻ വേണ്ടി അമ്മി നോക്കി ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തു. ഏശാത്തത് കൊണ്ടാണ്. അല്ലെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നെ പോലെ ഒരുവനെ ജയിപ്പിക്കാൻ ഇവർ നിൽക്കുമെന്ന്? കോൺട്രാക്ട് ഉണ്ട്. എന്നെ കഴിഞ്ഞ സീസണിൽ ഇതാണൊക്കെ വിളിച്ചൊന്ന് കോൺട്രാക്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ചാനലിന്റെ പേര് ഏഷ്യാനെറ്റ് എന്നല്ലേ, സുപ്രീം കോടതി നല്ലല്ലോ, അവരുടെ കൈവച്ചിരുന്നാൽ മതി എന്നാ ഞാൻ പറഞ്ഞത്. എന്നെ വിളിച്ചിട്ട് അപ്പം അതാണ് സംഭവം. ഇവര് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്
എന്താ അതിനേക്കാളും മോശമായിട്ട് ഇന്ത്യ റീസെൻ്റ് ആയിട്ട് ജിൻഡോനെ അടിച്ചിട്ടും ഏറ്റവും എന്താ പറയുക യൂട്യൂബ് തുറന്നാൽ തന്നെ സീസൺ 6 തുടങ്ങിയത് മുതൽ യൂട്യൂബിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഗബ്രി എന്താ ജാസ്മിൻ്റെ ഇവര് രണ്ടാളുടെ വിഷയങ്ങൾ. അത് ഇപ്പം നമ്മൾ യൂട്യൂബ് ബിഗ് ബോസ് ഒന്നും അടിക്കണ്ട, അടിക്കുമ്പോൾ തന്നെ ഇവർ രണ്ടാളാണ് മൊത്തത്തിൽ വരുന്നത്. ഇവർ രണ്ടാളാണ്, അവരെ ട്രോളുകൾ കാര്യങ്ങൾ. ആക്ച്വലി മെയിൻലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഈ ഒരു 50th എപ്പിസോഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ടും ഓരോരോ അഭിപ്രായങ്ങൾ പറയാം അവരെങ്ങനെയാണെന്നുള്ളത്. പക്ഷേ ഇങ്ങനെയുള്ള ഇപ്പോൾ ഈ കണ്ടസ്റ്റൻസ് തന്നെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്നേ ഇവർ പ്ലാൻ ചെയ്ത് വന്ന ഒരു 5-6 ആൾക്കാരുണ്ട്. അവർ അതിൻ്റെ ഉള്ളിലെത്തിയിട്ട് പ്ലാനിങ് തെറ്റിപ്പോയി. അത് കഴിഞ്ഞിട്ട് അടിച്ച് പിരിഞ്ച് വേറെ വഴിയിലേക്കായി. എന്നിട്ടും അതിനെ ഒരുമിപ്പിക്കാൻ ഒരുപാട് കളികൾ ബിഗ് ബോസ് കളിച്ചു. പക്ഷേ അതിനകത്ത് വന്ന 2 ആൾക്കാർ എന്ത് ചെയ്തു, ട്രാക്ക് മാറി കളിച്ചു. എന്നിട്ട് അത് വീണ്ടും അത് ഒരുമാതിരി നമ്മുടെ എന്താ പറയേണ്ടത് ഈ 90s 2000s സീരിയൽ പോലെയാണ് ഇത് പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ടായത്. ചെറുപ്പകാലത്തിൽ നമ്മളൊക്കെ സീരിയൽ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ സീരിയലെല്ലാം കാണുമ്പോഴുള്ള ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ കരച്ചിൽ, അതുപോലെ തന്നെ സങ്കടം, ശരിയായ ഡ്രാമ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പേഴ്സണലി ഒരാളെ കുറിച്ച് പറഞ്ഞിട്ട് ഇനി ഒരു വലിയ കാര്യമൊന്നുമില്ല, ഈ ഒരു ഷോനെ കുറിച്ച് മാത്രമായിട്ട് പറയാന്നുള്ള രീതിയിലായതുകൊണ്ടാണ്. അതിൽ ആക്ച്വലി ജെന്യുവൻ ആയിട്ട് കളിക്കുന്ന ഒരാള് ജിൻഡോ ആണ്. പക്ഷെ ആളെ പ്രശ്നം എന്താന്ന് വെച്ചാല് എന്താ പറയാ, ആള് പറഞ്ഞത് പിന്നെ ആൾക്ക് ഓർമ്മയില്ലാത്തതാണോ ഓർമ്മയില്ലാന്ന് അഭിനയിക്കുന്നതാണോ എന്നറിയില്ല. അതില് മൊത്തം ഡ്രാമയാണ് എല്ലാരും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി പേഴ്സണലി ഓരോരോ കണ്ടസ്റ്റൻസിനായിട്ട് എടുത്തു പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും രാത്രി ആകുമ്പോൾ നമുക്ക് ഇരുന്ന ഒരു എന്റർടൈൻമെന്റ് ഉള്ളത് അത് ഇരുന്ന് കാണലാണ്. അപ്പോൾ ആ എന്റർടൈൻമെന്റ് വിചാരിച്ചിട്ടാണ് നമ്മൾ ശരിക്കും കാണാൻ വേണ്ടി തുടങ്ങിയത് പോലും സീസൺ 6. ഞാൻ അതിന് മുന്നേ കാണുന്നതാണ്. നമ്മളെല്ലാ സീസണും കണ്ടിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ അഖിൽ മാരാറിന്റെ സമയത്തൊക്കെ നല്ല ഷോ ആയിരുന്നു, നല്ല രീതിയിൽ അഖിൽ മാരാറൊക്കെ കളിച്ചില്ല. അപ്പോ അഖിൽ മാരാറിനെ കുറെ പ്രാവശ്യം ഔട്ടാക്കാനൊക്കെ അവര് കളിച്ചെന്നാണ് ആള് പറയുന്നത്. പക്ഷെ അവര് വിചാരിക്കാണ്ടാണ് അവര് കപ്പ് കൊണ്ടുപോയത് അഖിൽമാർ. അതൊന്നും അവര് പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് ആള് വന്ന് പറഞ്ഞത്, ഈ ഒരു ലൈവില് വന്ന് പറഞ്ഞത്. അപ്പം ഈ ജാസ്മിന് കപ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റിയാലിറ്റി ഷോ ഇങ്ങനെ മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. ആൾക്ക് എത്രത്തോളം നെഗറ്റീവ് ഉണ്ടെന്ന് യൂട്യൂബ് തുറന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എത്രത്തോളം നെഗറ്റീവ് ഉണ്ട്. എത്ര നെഗറ്റീവ് പറഞ്ഞാലും അത് ലാസ്റ്റ് അവർക്ക് പോസിറ്റീവായിട്ട് മാറും. അതൊരു നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മളിനി എത്ര ഒരാളെ നെഗറ്റീവ് പറഞ്ഞാലും ലാസ്റ്റ് അവരത് പോസിറ്റീവായിട്ട് മാറും. ഇനിയിപ്പോൾ അത് തന്നെയാണ് അവരുടെ കാര്യത്തിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വിചാരിച്ചു ആദ്യം അവരെ രണ്ടാളെയും കുറിച്ച് പറയാം, ഇത് ചെയ്യാം, എല്ലാം തീരുമാനിച്ചതായിരുന്നു. പക്ഷെ ഇനി വേണ്ട, ഇനി വെറുതെ എന്തിനാണ്, അതും സ്ക്രിപ്റ്റഡ് ആണ്, അവർ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട് ഇതിങ്ങനെ ചെയ്യണം. അതുമല്ല ലാലേട്ടൻ ഓരോ കണ്ടസ്റ്റന്റ് ഇറങ്ങുമ്പോൾ നമ്മള് ഈ ഒരു ഡൗട്ട് കണ്ടസ്റ്റൻസിനോട് ചോദിക്കുന്നുണ്ട് സ്ക്രിപ്റ്റഡ് ആണോ. പക്ഷെ ആ ഒറ്റൊരു കണ്ടസ്റ്റൻസും സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയില്ല, കാരണം ഇവർക്ക് കോൺട്രാക്ട് ഉണ്ടാവുമല്ലോ. അത് ഇപ്പൊ അഖിൽമാരാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊരു കോൺട്രാക്ട് ഉണ്ട്, ആ കോൺട്രാക്ട് കഴിയാൻ വരെ കാത്തുനിന്നാണ്. എനിക്കൊന്ന് അഖിൽമാർ അത് കഴിയാൻ വേണ്ടി കാത്തുനിന്നാണ്. സത്യം തോന്നുന്നു. അത് ഓൾറെഡി റോബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഓൾറെഡി അവർ ഉള്ളിൽ കയറുമ്പോൾ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ഇങ്ങനെ ബിഹേവ് ചെയ്യണം, ഇങ്ങനെ ബിഹേവ് ചെയ്യണം. അപ്പൊ ഇത് തന്നെ ആയിരിക്കാം. കാരണം അതിലുള്ള ഒരു കണ്ടസ്റ്റന്റിന് നല്ല രീതിയിൽ ഫേവറിസം കാണിച്ചിട്ടുണ്ടായിരുന്നു, ജാസ്മിൻ എന്ന് പറയുന്നതിന്. ആളെന്താ ചെയ്തോട്ടെ നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ല. തുടങ്ങിയത് മുതൽ ഗബ്രിയായിട്ട് എന്താ അവര് തമ്മിൽ എന്ന് അറിയില്ല, എന്ത് ഡ്രാമയാണെന്ന്. ഒന്നിക്ക് ജെന്യൂൻ ആയിരിക്കാം, എല്ലാം ആയിരിക്കാം. പക്ഷെ ചെയ്യേണ്ട അല്ല, അത് ഡ്രാമയാന്ന് പറയാൻ കാരണം അവര് ആദ്യം വന്നപ്പോ ഫ്രണ്ട്സ് ആന്ന് പറയുന്നു, പിന്നെ ലവിലോട്ട് പോവാൻ താല്പര്യമില്ല. ആയാൽ തന്നെ കല്യാണം ആയിട്ടുള്ള ഒരാൾ ഉള്ളിൽ വന്നിട്ട് വേറൊരാളെ കാണിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഇപ്പൊ ഞാൻ നിന്നെ നോക്കുന്ന വേറൊരാളെ നോക്കി നീ വിട്ടുപോയില്ലേ? അല്ല, ആളെന്നെ ആ പേരൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല. ആള് കമ്മിറ്റായ ആൾക്കാരെന്നെ വന്ന് ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞ് ഫുൾ ട്രോളാണ് ആളെ കുറിച്ചിട്ട്. ആളിന് പുറത്തിറങ്ങിയാൽ എന്താ അവസ്ഥ എന്ന് പറയാനുള്ളത്, ആ ഒരു കണ്ടസ്റ്റന്റിനെ വീട്ടിൽ നിന്ന് ഫോൺ ചെയ്യുക, ആ ഫോൺ ചെയ്തത് കാണിക്കാതിരിക്കുക, എന്നിട്ട് പറയാ അത് ആരോഗ്യപരമായ പ്രശ്നം പറയാനാണ്. ഓക്കെ, അതിനുശേഷം ഒരു ലെറ്റർ കൊടുക്കുക, എന്നിട്ട് അത് എന്താണെന്ന് ഇതുവരെ കാണിക്കാതിരിക്കുക. ടെലികാസ്റ്റ് ചെയ്തില്ല. എന്നിട്ട് ഇന്നലെ ഒരു കാര്യം ഉണ്ടായി. അതായത്
ജാസ്മിൻ ഗബ്രിയോട് പറയുന്നുണ്ട്, എൻ്റെ വീട്ടുകാർ പറഞ്ഞു, ഇന്നത് പറഞ്ഞു, എന്നിട്ട് പോലും ഞാൻ നിന്നെ വിടുന്നില്ല. അപ്പോൾ അതിനർത്ഥം എന്താണ്? ആ കോൾ അന്ന് ചെയ്തത് ജാസ്മിൻ്റെ ഫാദർ വിളിച്ചിട്ട് പറഞ്ഞത് പറ്റൂല എന്നൊക്കെ ആയിരിക്കും. മേ ബി വി ഡോണ്ട് നോ ദാറ്റ്. പക്ഷേ ഈ ബിഗ് ബോസ് എത്രത്തോളം നമ്മളെ വിഡ്ഢിയാക്കാൻ കളിക്കുന്നോ നമുക്കറിയില്ല. നമ്മള് ആക്ച്വലി ഈ ഒരു റിയൽ അതിന്റെ പോയ കണ്ടസ്റ്റൻസിന്റെ ആ ഒരു റിവ്യൂ അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള സംഭവം പറഞ്ഞപ്പോ നമുക്ക് മനസ്സിലായത് മൊത്തം ഉടായ്പാണ് സംഭവം. നമ്മളെ പൊട്ടന്മാരാക്കുന്ന ഒരു ഷോ ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ജാസ്മിൻ ജയിലിലുള്ള സമയത്ത് ജിൻഡോനെ അടിച്ചിരുന്നു. അത് വെറും തമാശ രീതിയിലാണ് ലാലേട്ടന് ആ ഒരു ഞായറാഴ്ച ആങ്കർ എന്ന് പറയുന്നത് എന്താണ് എഴുതി കൊടുക്കുന്നത് ആക്ച്വലി അത്രയും പോപ്പുലർ ആയിട്ട് അല്ലെങ്കിൽ അത്രയും നല്ല രീതിയിൽ ഫിലിമൊക്കെ ചെയ്തു പോകുന്ന ഒരു അത്രയും നല്ലൊരു മനുഷ്യനെ ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പറഞ്ഞതല്ലേ മൂപ്പരെ കോമാളിയാക്കാനാണോ കൊണ്ടുവരുന്നത്? കാരണം ഉള്ള ചീത്തകളും ഉള്ള നെഗറ്റീവ്സും മൊത്തം മോഹൻലാലിലേക്കാണ് പോകുന്നത്. ആക്ച്വലി ഈ ഒരു യൂട്യൂബ് തുറന്നാൽ തന്നെ ട്രോള് മൊത്തം ചീത്തയും ഒക്കെ ആൾക്കാണ്, ലാലേട്ടനാണ്. പക്ഷേ ഇവര് മനസ്സിലാക്കേണ്ട കാര്യം ലാലേട്ടനല്ല ഇത് സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ബിഗ് ബോസ് കൊടുക്കുന്ന സംഭവം പറയുന്നുണ്ട്, ഞാനൊരു ആങ്കറാണ്, എനിക്കിത് പറഞ്ഞതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ശനി ഞായറും വന്ന് ആൾക്ക് കൊടുക്കുന്നു, ആളത് വായിച്ച ആള് ആ ഒരു സംഭവം പറയുന്നല്ലാണ്ട് ആൾക്ക് ഇത് ഫുൾ കാണുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആള് ഈ ഒരു വേറൊരു ജോലി ഉണ്ടാവും നമുക്ക് ഫുൾ ടൈം ഇത് കണ്ടിരിക്കും എനിക്ക് തോന്നുന്നില്ല. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിയാലിറ്റി ഷോയുടെ യഥാർത്ഥ മുഖങ്ങൾ പുറത്തു വന്നത് ഇപ്പൊ അഖിൽമാരാർ കൂടി പറഞ്ഞതോടുകൂടി. സാബു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാബു ആ ടൈം പറഞ്ഞപ്പോ എല്ലാരും വേറെന്തോ രീതിയിൽ അതെടുത്തു. റോബിൻ പറഞ്ഞപ്പോഴും അതൊരു ഈഗോ പ്രോബ്ലം ആണെന്ന് വിചാരിച്ചു. പക്ഷെ അഖിൽമാരാർ വന്ന് അത്രയും ജനപിന്തുണയോട് കൂടി ജയിച്ച ഒരാളാണ്. മൂപ്പരും കൂടി പറഞ്ഞപ്പോ ഇപ്പൊ ഏകദേശം ചില ആൾക്കാർക്കൊക്കെ ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അപ്പം ബിഗ് ബോസ് ജാസ്മിന് കപ്പ് കൊടുക്കണമെങ്കിൽ കപ്പ് കൊടുക്കാം. പക്ഷെ നമ്മളെ പ്രേക്ഷകർ വോട്ട് കാരണമാണ് കപ്പ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വി വിൽ നോട്ട് അറ്റ് ഓൾ ആക്സെപ്റ്റ് ദാറ്റ്. കാരണം നമുക്ക് സപ്പോർട്ട് ഇല്ലാത്തൊരു കുട്ടിയായിരുന്നു. നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ ആള് നല്ല ആക്റ്റീവ് ആയിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റാർട്ടിങ് മുതലല്ല കേട്ടോ. ആക്ച്വലി ആള് ജാസ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ല ഫസ്റ്റ് വന്ന മുതലല്ല, ആള് മുന്നേ ആളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഫാമിലി ലൈഫ് സ്റ്റൈലൊക്കെ പറഞ്ഞ സമയത്ത് എനിക്ക് കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു. ആള് കുറച്ച് പാവപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. അപ്പൊ ആളെ വീഡിയോയും വ്ളോഗും ഞാൻ കണ്ടുവന്ന് ആള് ഇഷ്ടപ്പെട്ട് തുടങ്ങിയ സമയമായിരുന്നു അത്. പിന്നെ ആള് കുക്ക് വിത്ത് കോമഡിയിലൊക്കെ വന്നു. പിന്നെയാണ് ആള് ബിഗ് ബോസിൽ വരുന്നത്. ബിഗ് ബോസിൽ വന്നപ്പോഴത്തേക്ക് ഇത്രയും വേസ്റ്റ് ആവുമെന്ന് വിചാരിച്ചില്ല. ആ ഉള്ളൊരു ഇഷ്ടം അല്ല, സ്റ്റാർട്ടിങ്ങിൽ ആള് കുറച്ച് ആക്റ്റീവ് ആയിരുന്നു. ഈ ഗബ്രിയും ഇവരും ഉള്ള ഒരു കോംബോ കളിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആളെ വാല്യൂ മൊത്തം പോയത്. നമ്മളെ യൂസ് ചെയ്യുന്ന വാക്കുകള് എന്തൊക്കെയോ ആണ് അവര് സംസാരിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല അവര് എന്ത് ഇത്രയും ആൾക്കാരെ കാണുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടും അല്ല ഇത്രയും ആൾക്കാരെ കാണുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടും ഇവരിങ്ങനത്തെ വേർഡ്സ് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കറിയില്ല അവരെ ഒരു ചിന്ത എന്താണെന്ന് അറിയില്ല. നീ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരാളെ കുറിച്ച് സീക്രട്ട് ഏജന്റ്, അയ്യോ അതായത് നമ്മളെ റെപ്രസെന്റ് ചെയ്തിട്ട് പോയ ഒരാളാണ്. അതായത് പുറത്തുനിന്ന് എല്ലാം കളി കണ്ട് എല്ലാ കളിയും ഷോ സീസൺ തുടങ്ങിയ സമയത്ത് ആള് റിയാക്ഷൻ വീഡിയോ ഇട്ട് തുടങ്ങിയ ഒരാളായിരുന്നു സീക്രട്ട് ഏജന്റ്. ആളെ പേര് സായി കൃഷ്ണ എന്നാണ്. അപ്പൊ ആളെ വീഡിയോ നമ്മൾ രണ്ടാൾ ഇരുന്ന് കാണും, റിയാക്ഷൻ വീഡിയോ. ആള് ബിഗ് ബോസിൽ എത്തിയ മുതൽ അതും പോയി. എന്താണ് ആളും അവിടെ പോയി കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആള് ആക്റ്റീവ് അല്ല. ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരാൾ ആക്റ്റീവ് ആയിരുന്നു. പക്ഷെ അതിൻ്റെ അകത്ത് പോയപ്പോ ആള് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ആളെന്താ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ പോയിട്ട്. അപ്പോ ആക്ച്വലി നമുക്ക് എന്താ ഫസ്റ്റ് പുറത്താക്കിയ ഒരാളുണ്ടായിരുന്നു രതീഷ്. രതീഷിനെ ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് 2-3 ദിവസം കൊണ്ട് ഇപ്പൊ പുറത്തേക്ക് ആക്കും. അതെന്തിനാ കൊണ്ടുവന്നതെന്ന് മൂപ്പർക്കും അറിയില്ല, നമുക്കും മനസ്സിലാവുന്നില്ല. ഇനി അതിനുശേഷമുള്ളത് വീണ്ടും ഡ്രാമാസ് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഫ്രണ്ട്സായി, ലവിലേക്ക് ട്രാക്ക് ഇട്ടു, 1 വേ ആയി, 2 വേ ആയി. അതിന്റെ അടുക്ക് ഗബ്രി പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടാണ് പക്ഷെ കല്യാണം കഴിക്കാനൊന്നും പറ്റൂല. അന്നേരം വെടി വെക്കരുത്.
ഇന്നത്തെ എപ്പിസോഡ് 51 എപ്പിസോഡിൽ ആള് എന്തോ ശ്രീതു ഉണ്ടെങ്കിൽ അങ്ങനെ എന്തോ ഒരു സംഭവം ഗബ്രി പറഞ്ഞപ്പോ ജാസ്മിനെ ഗബ്രി ദേഷ്യം പിടിച്ചു. ഇവര് എന്ത് ഡ്രാമയാണ്, ഇവര് രണ്ടാളും പിന്നെയും പിരിഞ്ച്, ഇനിയിപ്പോ ഇനിയും ഒന്നിക്കോന്ന് അറിയില്ല. എനിക്കതിനകത്തോട്ട് പോകണ്ട എന്ന് മനസ്സിനൊരു തീരുമാനമുണ്ട്. പക്ഷേ മനസ്സെൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല. എൻ്റെ മനസ്സ് അല്ലാതെ തന്നത് പ്രണയത്തിലോട്ട് പോവുകയാണ്, ലവിലോട്ട് പോവുകയാണ്. ഞാനതിലെത്തും, എനിക്കറിയാം. എത്തുമെന്നല്ല, ഓൾമോസ്റ്റ് എത്തി. അതെനിക്ക് നല്ല വ്യക്തമായ ബോധ്യമുണ്ട്. ഞാനിപ്പോൾ ഇതിവിടെ നിൻ്റെ അടുത്ത് പറയുമ്പോൾ പോലും ഞാൻ എൻ്റെ പലതും ബ്രേക്ക് ചെയ്ത് അല്ല. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് 50 days ഇവരുടെ ട്രാക്ക് ലവ്, ഇനി അടുത്ത 50 days ഇവരുടെ ട്രാക്ക് നമ്മളെ പൊട്ടന്മാരാക്കാണോന്ന് അറിയില്ല. ഇവര് ലവ് ട്രാക്ക് കളിക്കുന്നു, പിന്നെ ഫ്രണ്ട്ഷിപ്പ് ട്രാക്ക് കളിക്കുന്നു. എന്തൊക്കെയാണ്? ഫ്രണ്ട്ഷിപ്പിന്റെ മേലെയാണ്, ലവിന്റെ താഴെയാണ്. എന്താ എനിക്ക് ഒരു വേർഡിനോട് ഇത്രക്കും വെറുപ്പ് തോന്നിയത് ഈ ഒരു ഗബ്രി യൂസ് ചെയ്ത ക്ലാരിറ്റി ഇല്ലായ്മയാണ് എന്റെ ക്ലാരിറ്റി. ഇത് ക്ലാരിറ്റി എന്നുള്ള വേർഡ് എനിക്ക് ക്ലാരിറ്റി തന്നെ വെറുത്ത് തുടങ്ങിയത് മുതൽ. ആക്ച്വലി ഈ ഒരു ലൈവ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഇവരെ രണ്ടാളും മാത്രം ബിഗ് ബോസ് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ബിഗ് ബോസ് ഇവർ രണ്ടാളും മാത്രം എത്തിച്ച് ഷോ നടത്തിയാൽ പോരായിരുന്നു. പറഞ്ഞത് ഫേവറിസം ഉണ്ട്, ഇവർ രണ്ടുപേരും എന്തായാലും ടോപ്പ് 5 എത്തും. കാരണം ഇവരാണ് കൂടുതൽ കണ്ടന്റ് കൊടുക്കുന്നത്. അതെ, ഇനിയിപ്പോ ഗബ്രി പോവാൻ ചാൻസ് ഇല്ല, ജാസ്മിനെയും പറഞ്ഞു വിടൂല. ബാക്കിയുള്ള പ്ലേയേഴ്സിനൊക്കെ വിട്ടിട്ട് ടോപ്പ് 5 ഇവർ രണ്ടുപേരും എത്തിക്കുകയും ചെയ്യും. ലാസ്റ്റ് ജാസ്മിന് തന്നെ കപ്പ് കൊടുക്കാനും സാധ്യതയുണ്ട്. ഇതേ നടക്കുള്ളൂ. എന്നിട്ടോ ഈ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി പോസിറ്റീവിലേക്ക് മാറും. കപ്പടിച്ചല്ലോ എന്നാ പിന്നെ അതിന് വേണ്ടിട്ടാ വന്നു. ആളിപ്പം കപ്പടിച്ച് വീട്ടിൽ വന്ന ഒരു ലൈവ് പോയി കഴിഞ്ഞാല് അതവിടെ ക്ലോസ് ആയി. അത് പട്ടിയെ നേരെ പൂച്ചയാക്കി മാറ്റും, അതോടെ അത് തീർന്ന്. ഇതാണ് ആക്ച്വലി നമുക്ക് എപ്പോഴും ഇപ്പൊ നടക്കാൻ വേണ്ടി പോകുന്നത്. ലൈവ് വന്നു കഴിഞ്ഞാല് എല്ലാവരും അത് മറക്കുകയും ചെയ്യും. അവള് പട്ടിയെ പൂച്ചയാക്കും. അതെന്ന് മാത്രമല്ല, അത് കണ്ടസ്റ്റന്റ് മാത്രമൊന്നല്ല, എല്ലാവരും എന്ത് ചെയ്യും, പട്ടിയെ പൂച്ചയാക്കി മാറ്റുകയും ചെയ്യാം. അപ്പൊ നമ്മളത് വിശ്വസിക്കുകയും ചെയ്യും, നമ്മളത് വിട്ടു, അതവിടെ കഴിഞ്ഞു. അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വളരെ നിലവാരമില്ലാത്തൊരു ഷോ ആയിട്ട് മാറിയിട്ടുണ്ട്. വളരെ നിലവാരമില്ലാത്ത ഭയങ്കരായിട്ട് എന്താ പറയാ, ഇനിയിപ്പോൾ അങ്ങോട്ട് എന്താണെന്ന് അറിയില്ല. ഇപ്പം കണ്ടെടുത്തോളം നമുക്ക് ഫുൾ ഫേക്ക് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. ഫുൾ ഫേവറിസം, ഇവർക്ക് ഇഷ്ടപ്പെട്ട ആളെ മാത്രം ജയിപ്പിക്കാനുള്ള ഒരു സംഭവത്തിലേക്കൊക്കെയാണ് പോകുന്നത്. കാരണം ജാസ്മിനൊക്കെ എപ്പോഴേ പുറത്താണ്. കാരണം ആൾക്കൊന്നും ഒരു വോട്ടും ഒരു സപ്പോർട്ടും എത്രയോ %, 5-6% ഉണ്ടാവുമായിരിക്കും. പക്ഷെ മാക്സിമം ആളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത്. ഈ ഒരു എന്താ പറയുക, നമ്മൾ പ്രേക്ഷകർ എന്ന രീതിയിൽ ആൾക്ക് സപ്പോർട്ട് വളരെ കുറവാണ് ജാസ്മിനൊക്കെ. എന്തിനാണ് അവരെ ഡ്രാമ ഇങ്ങനെ കണ്ടന്റ് ആക്കി പിന്നെ പ്രേക്ഷകരെ പറ്റിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ അവരെ കളിയായിരിക്കാം, അവരെ ജയിപ്പിക്കാനുള്ള ഒരു ഇതായിരിക്കാം, അല്ലെങ്കിൽ ബിഗ് ബോസിന് അവളെ പേടിയായിരിക്കാം, എന്താണോ അറിയില്ല. അതൊന്നും പറയാത്ത കാര്യം. അപ്പോ ഇതാണ് മെയിൻലി നമുക്ക് പറയാനുള്ളത്. ഒരു നല്ലൊരു റിവ്യൂ ചെയ്യാം, നല്ല രീതിയിൽ പോവാം എന്ന് വിചാരിച്ചു. നമ്മളിങ്ങനെ നല്ല റിവ്യൂ ചെയ്യാൻ വിചാരിച്ചത്, പക്ഷെ ഈ ഒരു പോക്ക് കണ്ടപ്പോ നമുക്ക് നല്ലൊരു റിവ്യൂ പറയാനായിട്ട് തോന്നിയില്ല. ഇനിയിപ്പോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു എന്റർടൈനിങ് എന്തെങ്കിലും ഒരു കോമഡി സ്കിറ്റ് പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടി കയറും. അല്ലാതെ ലൈവ് കാണുക. ഇപ്പൊ നാളെ ആരല്ലോ വരുന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല, ആരും വരുന്നൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്. അതൊക്കെ വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. കുറച്ചും ഇരിക്കും. അപ്പോ ഇനിയിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ഇതിന്റെ റിവ്യൂ എന്ന് പറയുന്നത്. അയ്യോ മാമനെ വണ്ടി. അപ്പം ഇതാണ് ഇതിന്റെ റിവ്യൂ എന്ന് പറയാനുള്ളത്. കാരണം ഇത് കാണണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിവ്യൂ ഒന്നല്ല കേട്ടോ. കാണുന്നതെന്ന് നമ്മൾ ഒരിക്കലും പറയില്ല, അത് അവരവരുടെ ഇഷ്ടമാണ്, കാണുന്നതും കാണാതിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ ജാസ്മിൻ ജയിച്ചാലും വല്ല കാര്യമൊന്നുമില്ല. കാരണം ബിഗ് ബോസ് ഓൾറെഡി തീരുമാനിച്ചില്ലെങ്കിൽ അവളെ തന്നെ ജയിപ്പിക്കുള്ളൂ. നമ്മളിപ്പോൾ എത്ര പറഞ്ഞാലും അത് കാര്യമില്ലാത്ത കാര്യമാണ് അല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ ഗൈസ്, ബൈ ബൈ.